പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒത്തുചേർന്ന് തിരുവചനവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവം സഹായിച്ചു. ഈ ദിവസങ്ങളിലെ നമ്മള് കൊലോസ്യ ലേഖനം പ്രതിവാക്യമായിട്ട് ചിന്തിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ ഇതിന്റെ 5-ാം വാക്യം വരെ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് 6-7 വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് വളരെ അനുഗ്രഹീതമായ നിലയിൽ ഈ തിരുവചനം പഠിപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അനേകർക്ക് ആശ്വാസമായിക്കൊണ്ടിരിക്കുന്നു. അനേകർ എന്നെ വാട്സപ്പിൽ കൂടെയും അല്ലാതെയും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വളരെ അനുഗ്രഹമാകുന്നു എന്ന് പറഞ്ഞ് വളരെയും എന്നെ ഹല്ലേലൂയ എൻകറേജ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ആമേൻ. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഈ വചനം അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ തിരുവചനം പഠിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ വിടുതലായി മാറണം. നമ്മുടേതായ ക്രിസ്തീയ ജീവിതം ഈ ലോകം ഹല്ലേലൂയ നമ്മെ പകയ്ക്കുമ്പോൾ അങ്ങയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുവാൻ ഇടയാകണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിക്കുന്ന സമയമൊക്കെയും ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചിലവഴിക്കുവാൻ ഇടയാക്കാം. ആമീൻ. പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമീൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. ആമീൻ. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആരും ഇത് ഷെയർ ചെയ്ത് തരാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഭാഗവാക്കാകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം അതിനെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ 3 മുതൽ 3:30 വരെ എല്ലാ തിങ്കൾ മുതൽ വെള്ളി വരെയും ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഭാഗവാക്കാകാം. മറ്റു ദിവസങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളില് വൈകിട്ട് 7:30 തൊട്ട് 9 മണി വരെ എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുന്നുണ്ട്. ഹിന്ദിയിൽ പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ ബുധനാഴ്ച രാത്രിയിലും 7 മുതൽ 8 വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ സമയകാലം നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താല്പര്യമുള്ളവർ ലിങ്ക് ആവശ്യപ്പെട്ടാൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, തിരുവചനം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ഈ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ഇത് മനസ്സിലാക്കുവാനും കർത്താവെ അതിന്റെ അർത്ഥത്തിൽ ഞങ്ങൾക്ക് കർത്താവെ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതം നയിക്കുവാനും കൃപ നൽകണമേ. ഇത് പഠിപ്പിക്കുവാനുള്ള കൃപ അടിയന്റെ മേൽ ധാരാളമായി പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വം എടുക്കണം. കർത്താവെ, ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. വായിക്കുന്നു 3-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, അതിന്റെ 6-7 വേദഭാഗങ്ങൾ. ഈ കാര്യങ്ങൾ നിമിത്തം ദൈവകോപം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ വരുന്നു. നിങ്ങൾ അവയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളും അവയിൽ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പഠിച്ചു. ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ കാണുന്ന 5 വിധ ദോഷങ്ങളിലാണ് ആ കഴിഞ്ഞ നാളുകൾ അവർ ജീവിച്ചു വന്നത്. ആ എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വേദഭാഗം നാം വായിച്ചു കേൾപ്പിക്കാം. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധകനായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പകൽക്കാലത്തിങ്കൽ പ്രിയപ്പെട്ടവരെ, ഈ അനുഭവത്തിലൂടെയാണ് ആമേൻ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചു പോന്നതവർ. എന്നാൽ ആ ഹീനമായ നിലയിൽ നിന്നും അവർ ഉന്നത നിലവാരത്തിലേക്ക് വന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ ഉന്നതമായ നിലവാരത്തിലേക്ക് ദൈവം അവരെ കൊണ്ടെത്തിച്ചതിന്റെ സാക്ഷ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനത് അതുകൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുതേ. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ, നമുക്കറിവില്ലായിരുന്നു. ജീവനുള്ള ദൈവത്തെ അറിയായ്മയുടെ കാലങ്ങൾ,
രക്ഷിക്കപ്പെടാത്ത കാലങ്ങൾ നാം ചെയ്തു കൂട്ടിയ സകലവിധമാകുന്ന തെറ്റുകുറ്റങ്ങളെയും സ്വർഗം നമ്മളോട് ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ തിരുവചനത്തിൽ പറയുകയാണ്, അപ്പോസ്തലനായ പത്രോസ് പറയുക, അജ്ഞതയുടെ കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങൾ, എന്നാൽ ഈ മോഹങ്ങളെ മരിപ്പിക്കുവാനാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഉന്നതമായ നിലവാരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഈ ജനത്തെ ദൈവം ഇടയാക്കി. അങ്ങനെയെങ്കിൽ അവരുടെ പഴയ ജീവിതത്തിന്റെ നികൃഷ്ടതയെ പറ്റി ഈ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജീവിതത്തിൻ്റെതായ ഓരോ മേഖലകളിലും ഹല്ലേലൂയ നമ്മൾ വചനം പഠിച്ച് നാം തൃപ്തരാകുക മാത്രമല്ല, അനുസൃതമായി ജീവിപ്പാനിടയാകണം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതം മാന്യമായിരിക്കട്ടെ. നമ്മളെ നോക്കുന്നവർ, നമ്മളെ കാണുന്നവർ, നമ്മളെ ശ്രദ്ധിക്കുന്നവർ, നമ്മുടെ ജീവിതം പുറമേയുള്ളൊരു മാന്യതയ്ക്കായിട്ടല്ല. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരളവുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നമ്മുടെ അവയവങ്ങൾ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിക്കപ്പെട്ടിരുന്ന അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളിൽ നിന്ന് സ്വർഗം നമ്മെ വീണ്ടെടുത്തുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. റോമാലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അതിന്റെ 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അത്യധികമായ അധർമ്മത്തിനും അശുദ്ധിക്കും ദാസരായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് ദാസന്മാരായി സമർപ്പിപ്പീൻ. കഴിഞ്ഞ നാളുകളിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപായി, ഈ സത്യം അറിയുന്നതിന് മുൻപായി നാം അശുദ്ധിക്ക് സമർപ്പിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് തിരിച്ചറിവ് പ്രാപിച്ച് ഈ ദൈവകൃപയിലേക്ക് കടന്നു വന്നപ്പോൾ, നികൃഷ്ടമായ അനുഭവത്തിൽ നിന്ന് ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നാം കടന്നു വരുവാൻ ഇടയായെങ്കിൽ നാം പിന്നെയും ഇനി ഇങ്ങനെയുള്ള അനുഭവത്തിന്റെ അടിമ മുഖത്തിലല്ല. ആകയാൽ നാം എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? നാം ദൈവത്തിന്റെ ദാസന്മാരായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇനിയും അശുദ്ധിക്ക് ദാസന്മാരായി സമർപ്പിക്കപ്പെടുവാൻ ഇടയാകരുതേ. ഹല്ലേലൂയ. ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് ദാസന്മാരായി സമർപ്പിക്കണം. ഹല്ലേലൂയ. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. നീതിക്ക് നാം ഹല്ലേലൂയ വിശുദ്ധരായി നീതിക്ക് നാം സമർപ്പിക്കപ്പെടുന്ന ദാസന്മാരായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നീതിക്ക് ദാസന്മാരായി തീരുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ നമ്മെ ആക്കി തീർക്കുന്ന അനുഭവങ്ങൾക്ക് മുൻപിൽ തകർന്നു പോകുവാൻ ഇടയാകരുത്. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് പാപങ്ങൾക്ക് ഹല്ലേലൂയ നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് നാം തിരിച്ചറിവില്ലാതെ ചെയ്തു കൂട്ടിയെങ്കിൽ, അശുദ്ധിയേത് വിശുദ്ധിയേത് തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മുടെ അവയവങ്ങളിൽ പാപം കൊടികുത്തി വാണുവെങ്കിൽ, അധർമ്മത്തിന്റെ മൂർത്തിയായ പിശാച് നമ്മളിൽ വെളിപ്പെട്ടു എങ്കിൽ, ഇന്ന് പകൽവേള പരിശുദ്ധാത്മാവ് പറയുക, വീണ്ടെടുപ്പ് മൂലം ക്രിസ്തുയേശുവിലുള്ള രക്ഷയുടെ അനുഭവം മൂലം നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുവാനിടയായി. ഹല്ലേലൂയ. പാപങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപവികാരങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. പാപത്തിന് ഫലം കായ്ക്കുവാൻ എന്താണ്? പാപവികാരങ്ങൾ. ഹല്ലേലൂയ. ഇതിനെ പിടിച്ചടക്കുവാൻ
സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവകൃപ നമ്മുടെ മേൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിങ്കൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ ആത്മാവിനാലും മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിനായി നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ! നമ്മുടെ ജീവിതത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ ഹല്ലേലൂയ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ നമ്മുടേതായ അനുഭവങ്ങൾ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആത്മാവിന് വിധേയപ്പെട്ട് കൊടുക്കണം. ഹല്ലേലൂയ! 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വാസിക്ക് ഹല്ലേലൂയ ജീവിതത്തിൽ അനുസരിക്കേണ്ടതായ കാര്യങ്ങൾ. ഹല്ലേലൂയ! അതിന് വിരുദ്ധമായി ആമേൻ ദുഷ്ടനായവൻ നമ്മുടെ ജീവിതത്തിൽ പണ്ടുള്ള അനുഭവങ്ങൾ കൊണ്ടയിട്ട് നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയാൽ നാം ശുദ്ധീകരണം പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ! അതാണ് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. നാം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടതിന് നാം ഇനി ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കാൻ ഇടവരരുത്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അനീതി ചെയ്യുന്നവരായിരുന്നു. ദൈവരാജ്യം അവകാശമാക്കാതെ വണ്ണം നമ്മളെ ജീവിതത്തെ തെറ്റിച്ച് ദുഷ്ടനായവൻ തകർത്തുടച്ച അനുഭവങ്ങൾക്ക് മുൻപിൽ ഈ തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് ആമേൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് നിങ്ങൾക്കും വെളിപ്പെടുത്തി തന്നുവെങ്കിൽ ഇനി നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. ഹല്ലേലൂയ! വഞ്ചന പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാ. നമ്മൾ അറിയാതെ നമ്മെ പാപത്തിൽ കൊണ്ട് ചാടിക്കും. ഹല്ലേലൂയ! പാപം എങ്ങനെയാ മുന്നിലേക്ക് വരുത്തുന്നത്? ഒരു മോഹമായി ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരും. മോഹം, എന്തിനെങ്കിലും കണ്ടാൽ ഒരു ഇഷ്ടം. ആ ഇഷ്ടം നമ്മളിലേക്ക് വന്നിട്ട് അത് പാപത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ഇങ്ങനെയാണ് ഇന്ന് സ്ത്രീക്കും മണ്ണിനും വേണ്ടി ലോകം ഹല്ലേലൂയ കുലപാതകങ്ങൾ നടത്തുന്നതും ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാകുന്നതും കുടുംബ ഛിദ്രങ്ങൾ ഉണ്ടാകുന്നതും അനേക വിഷയങ്ങൾ ഭൂമിയിൽ ഉടലെടുക്കുന്നതും മോഹമാണ് ഇതിനെല്ലാം പിന്നിലെ കാരണം. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, അനീതി ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അനീതി ചെയ്യുന്നവർ, അനീതി എന്താണ്? നീതിക്ക് വിരോധമായുള്ള കാര്യങ്ങളാണ് അനീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അനീതി നിറഞ്ഞ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പാപം നമ്മെ മാടി വിളിക്കും, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. ഓരോ തലങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളത്, കണ്ണിനിമ്പമായത്. ഏദൻ പൂങ്കാവനത്തിൽ ഹവ്വായ്ക്ക് കണ്ണിനിമ്പമാകുന്ന വിധത്തിൽ ഫലം അവിടെ ആമേൻ കാണിച്ചു കൊടുത്തിട്ട് ആമേൻ പാമ്പിന്റെ രൂപത്തിൽ ദുഷ്ടനാം പിശാച് പ്രവർത്തിച്ചു. എന്താ ചെയ്തത്? കണ്ണിനിമ്പമാക്കി കൊടുത്തു. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, അനീതി, നീതിക്ക് വിരുദ്ധമായി ആമേൻ ദൈവവചനത്തിന് വിരുദ്ധമായി അനുസരണം കെട്ടവരുടെ മേൽ ദൈവത്തിന്റെ കോപം ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയാകും. അവർ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീട് പാപത്തിന് അടിമകളായി കഴിഞ്ഞാൽ വീണ്ടും അവർ ഹല്ലേലൂയ പാപത്തിൽ കുടുങ്ങി ജീവിച്ചാൽ അവർ ഈ ദൈവരാജ്യം അവകാശമാക്കുവാൻ ഇടയാകുകയില്ല. ഹല്ലേലൂയ! ഇത് നിങ്ങൾ അറിയണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് പറയാം, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവീൻ. ഇന്നത്തെ പാപങ്ങൾ എന്താണെന്നറിയാമോ? ലൈംഗിക ദുർനടപ്പ്, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, സ്വവർഗ ഭോഗികൾ, ഇതൊക്കെ ഈ
ഇപ്പോൾ ഈ ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, പരദൂഷണക്കാർ, കവർച്ചക്കാർ എന്നിവർ ഇവരാരും ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. ഈ ലിസ്റ്റിൽ ഏതെങ്കിലും പെട്ട ആളാണോ ഇന്നീ തിരുവചന കേൾവി? ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ഈ തിരുവചനം കേൾക്കുന്നവർ ആരെങ്കിലും ഇതിലേതെങ്കിലും ഹല്ലേലൂയ പാപത്തിന് അടിമകളാണോ? കർത്താവ് പറയുന്നു, മടങ്ങി വരുവീൻ, മാനസാന്തരപ്പെടുവീൻ, നിങ്ങളുടെ അവയവങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ദൈവത്തിന് വിരോധമായിരിക്കുന്ന പാപം വാഴരുതേ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുവാനിടയാകും. ആകയാൽ ഈ കോപത്തിന് ഇടം കൊടുക്കാതെ വണ്ണം, ഈ പാപ അനുഭവത്തിൽപ്പെട്ട് ജീവിതം നശിപ്പിക്കാതെ വണ്ണം കാമേൻ കൃപയിൽ ആശ്രയിക്കണം. ചിലർ അങ്ങനെയുള്ളവരായി, ആമേൻ, അങ്ങനെയുള്ളവരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ രക്ഷിതാവായ ആമേൻ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കാൻ നമ്മളിൽ ഇനി അശുദ്ധിയുടെ ആത്മാവിനിടയില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തെറ്റിച്ച് കളയുന്ന ആമേൻ ദുഷ്ടതയുടെ അനുഭവങ്ങളെ, ആമേൻ ദുഷ്ടന്റെ ആധിപത്യങ്ങളെ നാം ഹല്ലേലൂയ ജയമെടുക്കുവാൻ ആ പരിശുദ്ധാത്മാവാൻ ദൈവമേ സഹായിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-3 വേദഭാഗം വായിച്ചാട്ടെ. 1 പത്രോസ് 4-ാം അധ്യായം 2-ാമത്തെയും 3-ാമത്തെയും വാക്യം. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. സ്തോത്രം. ഇവിടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമില്ലാത്തവനായി ലോകത്ത് ജീവിച്ചു. അങ്ങനെയെങ്കിൽ അവനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അവനിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ആമേൻ, യേശു ക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് ആമേൻ കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനം സ്വീകരിച്ച വിശ്വാസിയെ ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം പറയുക, ഇനിയും ശരീരത്തിൽ ആമേൻ ശേഷിക്കുന്ന കാലം ഈ ലോക മനുഷ്യർ കാണിക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനല്ല, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാനാണ് അവൻ എന്നെ വിളിച്ചു വർദ്ധിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പരം എത്രമാത്രം ആമേൻ നമ്മെ മനസ്സിലാക്കി തരണം. മാത്രമല്ല, ജീവിതത്തിൻ്റെതായ ആമേൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ പാപത്തിന് അധീനപ്പെട്ടു ജീവിതം നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകാതിരിപ്പാൻ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് ആമേൻ റോമാലേഖനം 12-ാം അധ്യായം 1-2 വേദഭാഗങ്ങളിലൂടെയും അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങൾ ദൈവം വസിക്കുന്ന ആലയമാണ്. അതിനെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. അത് മദ്യപാനത്തിനും വെറിക്കൂത്തിനും പുകവലിക്കും ദുശീലങ്ങൾക്കും ദുഷ്കാമങ്ങൾക്കും കാമ ആസക്തികൾക്കും മോഹങ്ങൾക്കും മദ്യപാനത്തിനും മധുരോത്സവത്തിനും വെറിക്കൂത്തുകൾക്കും നികൃഷ്ടമായ വിഗ്രഹാരാധനയ്ക്കും ആമേൻ ഉള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഈ തിരിച്ചറിവിന്ന് പ്രാപിച്ചെടുക്കണം. ചിലരൊക്കെ എന്താ ചെയ്യുന്നറിയാമോ? ആമേൻ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ പിന്നെയും പഴയതിലേക്ക് പോകുന്നു. കാരണം എന്താണെന്നറിയാമോ? അല്പം പുളിപ്പ് കിടന്നാൽ പിണ്ടം മുഴുവൻ പുളിച്ചു പോകും. നമ്മൾ ഉറയൊഴിക്കത്തില്ലേ? ഹല്ലേലൂയ, ആമേൻ. മോര് കാച്ചാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യും? പാല് കാച്ചിട്ട് ഒരല്പം തൈരെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഉറയൊഴിക്കും. അപ്പോൾ ആ പാല് വിരിയും.
അല്ലെ? അതിൻ്റെ അകത്തൊരു പ്രോസസ്സിങ് നടക്കും. അങ്ങനെ അത് പുളി ഉണ്ടാകും. ഒരൽപ്പം പുളിമയം മതി ആ പാല് തൈരാക്കി എടുക്കുവാൻ. ഹല്ലേലൂയ. ഇത് പുളിയാ. ഈ പുളിപ്പാകുന്ന പാപ സ്വഭാവം നാം ഉപേക്ഷിക്കാതിരുന്നാൽ ദൈവം വസിക്കുന്ന ശരീരമായ ഈ മന്ദിരത്തെ നശിപ്പിക്കും. ദൈവവചനം പറയുന്നു, ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. അതുകൊണ്ട് മദ്യപാനത്തിനും മധുരോത്സവത്തിനും കാമാസക്തികൾക്കും, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾക്ക് മോഹപരവശരായി നികൃഷ്ട ജീവിതം നയിക്കാൻ ഇടയാകാതെ വണ്ണം ഞാൻ മുഖാന്തരം ആത്മീയ ഗോളത്തിനൊരു ഒരു നാണക്കേടും ഉണ്ടാകരുത്. ഞാൻ മുഖാന്തരം എന്റെ സ്വർഗസപിതാവിന്റെ നാമത്തിന് ആക്ഷേപം ഉണ്ടാകരുത്. ഞാൻ മുഖാന്തരം ആമേൻ ഈ ലോകത്ത് എന്റെ സഹോദര വർഗങ്ങൾക്ക് ആമേൻ ഒരു നാണക്കേടിന് കാരണമുണ്ടാകരുത് എന്ന് ഓർത്ത് ജീവിക്കാൻ ഇന്ന് നാം നമ്മെ തന്നെ സമർപ്പിക്കണം. അല്ലാതെ ഈ വക നിമിത്തം ജീവിച്ചാൽ ദൈവകോപം നമ്മുടെ മേൽ വരുവാനിടയാകും. അതാരാണ്? ദൈവവചനത്തിന് വിരുദ്ധമായി അനുസരണം കെട്ട് നടക്കുന്നവരാ. അങ്ങനെ അനുസരണം കെട്ടവരുടെ മേൽ ആമേൻ ആ ദൈവകോപം വരുവാനിടയാകും. ദൈവത്തെ അനുസരിക്കുന്നവർ ഈ കാര്യങ്ങൾക്ക് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവ വഴി വിട്ടു പോകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, ഇപ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നവരായി മാറണം. ദൈവ ഇഷ്ടം നാം ചെയ്യുന്നവരായി മാറണം. പലപ്പോഴും ദൈവ ഇഷ്ടം തിരിച്ചറിയുവാൻ കഴിയാതെ കുടുംബ ജീവിതങ്ങൾ പോലും ശിഥിലമായി മനുഷ്യർ അവനവന്റെ ആമേൻ ഭോഗേച്ഛകളിൽ സമയം ചിലവഴിക്കുവാൻ ആമേൻ തോന്നുന്നത് പോലെ മനുഷ്യൻ ജീവിക്കുകയാണ്. ദൈവനാമ മഹത്വത്തിനായിട്ട് അവരുടെ ജീവൻ ചിലവഴിക്കപ്പെടേണ്ട സ്ഥാനത്ത് ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ ശത്രു കൊണ്ടുവച്ചിരിക്കുന്ന നുഖത്തെ അവനവൻ തന്നെ തോളിൽ എന്തുകയാണ്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന കേൾവി എനിക്ക് നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് കാരണമാകരുത്. നമ്മുടെ ജീവിതം ദൈവാത്മാവിനാൽ വിധേയപ്പെട്ടവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളിൽ കർത്തൃത്വം ചെയ്യുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ ഹല്ലേലൂയ ഉണ്ടാകണം. നമ്മുടെ ജീവിതം പലപ്പോഴും ആമേൻ വിശുദ്ധിക്ക് വില കൊടുത്ത് ആമേൻ ദൈവകൃപയിൽ നിലനിർത്തുന്നതായി മാറണം. വിശ്വാസ സമൂഹം പലപ്പോഴും ആത്മാവിന്റെ ഫലത്തിന് വിരുദ്ധമായി ആമേൻ നഷ്ടമാക്കുന്ന ആമേൻ ആത്മീയ സ്വർഗീയ സന്തോഷത്തെ കെടുത്തി കളയുന്ന ജഡത്തിന്റെ പ്രവർത്തികളെ എടുക്കാറുണ്ട്. ജഡത്തിന്റെ പ്രവർത്തികളെ ഈ ദിവസങ്ങളിൽ മരിപ്പിക്കണം. താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ ആമേൻ 8-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ആ ഭാഗമുണ്ട്. ഹല്ലേലൂയ. അതിനെ വളരെ സമയം വേണം വിവരിക്കുവാനായിട്ട്. ആമേൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഭാഗത്തേക്ക് കടക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നാം അല്പം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അല്പം കഷ്ടം സഹിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂടെ വാഴുവാൻ തക്കവണ്ണം ഇടയാകും. നാം ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. നാം പഴയ അനുഭവത്തിൽ പഴയ മനുഷ്യനായി ജീവിച്ചാൽ ആമേൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പേർ പറഞ്ഞിട്ട് നാം പഴയ അനുഭവത്തിൽ ജീവിച്ചാൽ ഹല്ലേലൂയ നാം ദൈവഹിതം വിട്ട് ഹീനമായ അനുഭവത്തിലേക്ക് പോകുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ജീവനുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ മക്കളാണ്. നാം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. ആമേൻ. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഗവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇപ്പോൾ നമ്മൾ കർത്താവിന് വിശുദ്ധരാണ്. ഹല്ലേലൂയ. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ഹല്ലേലൂയ രാജകീയ പുരോഹിത വർഗമാണ്, സ്വന്തം ജനമാണ്. മുൻപ് നാം ആരായിരുന്നു? ജനമല്ലാത്തവരായിരുന്നു. ഇപ്പോഴോ നാം ദൈവത്തിന്റെ ജനമാകുന്നു. പണ്ട് നമുക്ക് കരുണ ലഭിച്ചിട്ടില്ല, കാരണം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമ്മോടവൻ കരുണ കാണിച്ചു. അതുകൊണ്ട് ഇപ്പോഴോ നാം കരുണ ലഭിച്ചവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോസ്തലൻ പറയുകയാണ്, 1 പത്രോസ് 2-ന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, 11-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം.
നമ്മുടെ ആത്മാവിന് വിരുദ്ധമായി നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് അരുളി ചെയ്ത ആ കർത്താവിന്റെ പാദത്തെ പിന്തുടരേണ്ടതിന്, തടസ്സമായി നിർത്തിയിരിക്കുന്ന സകല പോരാട്ടത്തിന്റെ മേലും ജയമെടുക്കേണ്ടതിന്, ഹല്ലേലൂയ, ഈ പകൽക്കാലം നാം വിട്ടൊഴിയണം. സകല ജഡമോഹത്തെയും നാം ഒഴിഞ്ഞു നിൽക്കുവാൻ, ജഡമോഹങ്ങളെ ഒഴിഞ്ഞു നിൽക്കുവാൻ നാം, ഹല്ലേലൂയ, നാം ഈ ദിവസങ്ങളിൽ അത്യധികമായി അത്യുത്സാഹികളായി മാറണം. കാരണം നാം ഈ ലോകത്ത് സ്ഥിരതയോടെ ജീവിക്കേണ്ടിയവരല്ല, നാം അന്യരാണ്, നാം പരദേശികളാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയമുള്ളവരെ, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ, ആമേൻ, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അന്യരും പരദേശികളുമായി നിങ്ങളോട് ഞാനിത് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജാതികൾ നമ്മെ ദുഷ്പ്രവർത്തിക്കാരെന്നൊക്കെ എണ്ണും. ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികൾ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ ജീവിതം മാന്യമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. മാന്യമായ ഒരു ജീവിതം. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തീയ ജീവിതം മാന്യമായ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. ക്രിസ്തീയമായ ഒരു ജീവിതം മാന്യമായ ഒരു ജീവിതമാണ്. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. ഹല്ലേലൂയ. നമ്മൾക്ക് ധനവാന്റെയും ലാസറിന്റെയും, ഹല്ലേലൂയ, കഥ അറിയാമല്ലേ? ഈ ധനവാനും ലാസറും കൂടി ജീവിക്കുമ്പോൾ ലാസർ എന്താ ചെയ്തത്? ധനവാന്റെ വീട്ടുവാതിക്കൽ കിടക്കുകയായിരുന്നു. വീട്ടുവാതിക്കൽ കിടന്നിട്ട് ഈ ധനവാൻ എന്തെങ്കിലും ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഭക്ഷിച്ച് ജീവിച്ചു. ഹല്ലേലൂയ. എന്നാൽ ധനവാനെ സംബന്ധിച്ച് ധനവാൻ ഒത്തിരി കാര്യം, ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ധനവാൻ ദാനധർമ്മമാണ് ചെയ്തത്. തന്റെ മേശയിൽ നിന്ന് വീഴുന്ന, ആമീൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടാണ് അവിടെ ലാസർ ജീവിച്ചത്. ലാസർ രോഗിയായിരുന്നു. ലാസറിന് മറ്റൊരിടത്തു നിന്ന് സഹായങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പലപ്പോഴും ഹല്ലേലൂയ, നാം ആ വേദഭാഗം വായിക്കുമ്പോൾ ഞെട്ടിപ്പോകാറുണ്ടല്ലേ? ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ആമേൻ ലാസർ ആർക്കും ഒന്നും ചെയ്തായിട്ട് കാണുന്നില്ല. എന്നാൽ ധനവാൻ ലാസറിനും കൊടുത്തു, മറ്റുള്ളവർക്കെല്ലാം കൊടുത്തു കാണും. ഗംഭീരമായ ശവമടക്കം അവന് കിട്ടി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, ആ തിരുവചനം വായിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഗംഭീരമായ ശവമടക്ക്, സഹോദരവർഗങ്ങൾ ഇഷ്ടം പോലെ, ആമേൻ, ധാരാളം പണം, വേലക്കാർ ധാരാളം, ആമേൻ, എല്ലാ സമ്പൽ സമൃദ്ധിയിലും ജീവിച്ചിരുന്ന ധനവാനിത യാതന അനുഭവിക്കുകയാണ്. അവന് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല. ദൈവവേദലേ, ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ നാം മനുഷ്യർക്ക് കാണേണ്ടതിന്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചിലത് ചെയ്താൽ പോരാ. ഉള്ളത്തിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുത്ത്, ഹല്ലേലൂയ, ദൈവഹിതത്തിന്, ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം, ഹല്ലേലൂയ, ചിലവഴിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. വിശ്വാസി എന്ന നിലയിൽ നമ്മിൽ പരിശുദ്ധാത്മാവ് കർത്തൃത്വം നടത്തേണം. അങ്ങനെ അല്ലാത്തവർ, ഹല്ലേലൂയ, ദൈവകോപം അവരുടെ മേൽ വരുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. നാം വായിച്ച കൊലോസ്യ ലേഖനത്തിന്റെ, ആമേൻ, 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ വക കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മേൽ ദൈവത്തിന്റെ കോപം വരുവാൻ തക്കവണ്ണം ഇടയാകും. ഏത് കാര്യങ്ങൾ? നമ്മൾ ഇന്നലെ പഠിച്ച ആ കാര്യങ്ങൾ, ഹല്ലേലൂയ, ഒന്നുകൂടി നമുക്ക്, ആമേൻ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്, ദുർനടപ്പ്, അശുദ്ധി, ദുരാഗ്രഹം, കാമം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ നിങ്ങളുടെ ഭൗമിക സ്വഭാവങ്ങളെ, ഹല്ലേലൂയ, നിങ്ങൾ കൊണ്ടു നടക്കുന്നു. എന്നാൽ അതിനെ എന്ത് ചെയ്യണം? നിഗ്രഹിക്കണം, അതിനെ കൊല്ലണം. ഹല്ലേലൂയ. ഇപ്പോഴോ നിങ്ങളുടെ ജീവിതം ദൈവഹിത പ്രകാരം നിങ്ങളുടെ അവയവങ്ങളിൽ, ഹല്ലേലൂയ, ക്രിസ്തു ജീവിക്കണം. നിങ്ങൾ അവയിൽ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളും അവയിൽ നടന്നു. എന്നാൽ ഇന്ന് അവയിൽ നടക്കുവാനല്ല, നമ്മുടെ ജീവനായകനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടി വെളിപ്പെടേണ്ടതാകയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതം
ആത്മാവിന് ഹല്ലേലൂയ അനുസരണമുള്ളതായി മാറണം. പലപ്പോഴും നമുക്കതിന് കഴിയുന്നുണ്ടോ? നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. അതോ നമ്മുടെ അവയവങ്ങളെ വീണ്ടും അതിന്റെ അടിമനുഖത്തിൽ പെടുത്തി ആമേൻ പാപത്തിന് അടിമപ്പെടുത്തി നാം ജീവിക്കുകയാണോ? ഈ ദിവസകാലങ്ങളിൽ നികൃഷ്ടമായ പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ച് ആമേൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാതെ ആമേൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശിയായി തീരാൻ കഴിയാതെ ജീവിക്കുന്ന അനുഭവത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ വിടുതലെടുക്കാൻ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് നമ്മൾ വ്യാപരിപ്പാൻ ഇടയാകരുത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് വായിച്ചാട്ടെ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഹല്ലേലൂയ. പഴയ അനുഭവമാ. എങ്ങനെയാ? ലോകത്തിന്റെ കാലഗതി, രാശി നോക്കി, നക്ഷത്രം നോക്കി, അല്ലെ, രാഹു നോക്കി ഒക്കെ ജീവിച്ചിരുന്നു. ഇനി ആ കാലം അല്ല നമ്മളിൽ ഉള്ളത്, പുതിയൊരവസ്ഥയിലേക്കാ വന്നത്. ഇന്ന് വിശ്വാസിയിലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാന് നിങ്ങളോട് പറയുന്നതിലൊന്നും ചിന്തിക്കരുത്. ഞങ്ങളും സഭാ ശുശ്രൂഷയിൽ ഇരിക്കുന്നതാണല്ലോ. ഒരിക്കലെ ഒരു സഹോദരിയെ ഗർഭസ്ഥാവസ്ഥയിലാണ്, തന്നെ പ്രാർത്ഥിച്ചു തന്റെ ഭവനത്തിലേക്ക് പ്രസവത്തിന് അയക്കുവാനായിട്ട് കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ പാസ്റ്ററോട് പിന്നെ വീട്ടിലെ അമ്മ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ 3 മണിക്ക് ശേഷമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. 3 മണിക്ക് ശേഷം പ്രാർത്ഥിച്ചാൽ മതി, അതുവരെ പാസ്റ്റർ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, എനിക്ക് സമയമില്ല അത്രയും സമയം നിൽക്കാനായിട്ട്, ഇച്ചിരി തിരക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനെന്താ അമ്മാമ്മ, എപ്പ പ്രാർത്ഥിച്ചു വിട്ടാൽ എന്നാ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയല്ല പാസ്റ്ററെ, 3 മണി കഴിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കൊള്ളാം, നിങ്ങൾ 3 മണി കഴിഞ്ഞ് വിട്ടാ മതി എന്ന് പറഞ്ഞു. ഞാന് ആ വീട്ടിൽ ഇങ്ങനെ നമ്മള് സ്ത്രീകളല്ലേ, അകത്തൂടൊക്കെ കയറി ഇറങ്ങുമല്ലോ. അപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പെൺകുട്ടികളുടെ സഹോദരിമാര്, അമ്മ, ചില സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടെ പറയുന്നു, 3 മണി കഴിഞ്ഞ് മതിയായിരുന്നു, പാസ്റ്റർ അന്നേരം പ്രാർത്ഥിച്ചു വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അതിന്റെ കാര്യം? എന്നോട് പറഞ്ഞു, രാഹു അല്ല, 3 മണി കഴിഞ്ഞ് അതുവരെ രാഹുവാണ്. എനിക്ക് രാഹു ഒന്നും അറിയത്തില്ല ദൈവമക്കളെ. ഞാനൊരു ജ്ഞാനായ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നവളാണ്. അന്നും ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല, ഇന്നും ഇതൊന്നും നോക്കുന്നില്ല. എന്റെ ഭവനത്തിൽ ഇതൊന്നും നോക്കിയിട്ടുള്ളതായിട്ട് എനിക്ക് അറിവുമില്ല. എന്നാൽ ഈ വിശ്വാസികൾ നല്ലൊരു ഡിനോമിനേഷനിൽ പെട്ടവരാണ്. ഞാൻ പറയുന്നില്ല പെന്തക്കോസ്റ്റൽ വിശ്വാസികളാണ്, അത്രയും ഞാൻ പറയാം. ദൈവമക്കളെ, അവര് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടായി ഹൃദയത്തിൽ. ഞാൻ വന്നിട്ട് ആമേൻ പാസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇവർ പറയുന്നത്, രാഹു ആണ് ഇതുവരെയും, 3 മണി കഴിഞ്ഞേ രാഹു മാറത്തുള്ളൂ, അതുകൊണ്ട് അന്നേരം പ്രാർത്ഥിക്കണമെന്നാണ് ഇവര് നിർബന്ധം പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർക്ക് അപ്പോഴാണ് കത്തിയത്. പാസ്റ്റർ പറഞ്ഞു, അത് നടക്കില്ല, എല്ലാവരും കടന്നു വാ, ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയം ഈ സഹോദരി ഈ വീട്ടിൽ നിന്നും വണ്ടിയിൽ കയറി പോകണം. നല്ല ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി തരും, ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അവര് മനസ്സോടെ പാസ്റ്റർ വാക്കല്ലേ നിരാകരിക്കാൻ കഴിയാതെ വണ്ണം പ്രാർത്ഥനയ്ക്കായി അവർ തലകളെ വണക്കി പ്രാർത്ഥിച്ചു. 1 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് കൃപയാൽ ഭക്ഷണം കഴിച്ച് അവരെ പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ ഭവനത്തിൽ തിരിച്ചു വന്നത്. ദൈവമക്കളെ, നല്ല സുന്ദരി കുട്ടപ്പിയായ ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനം കൊടുത്തു. പോരാത്തതിന് വേറൊരു കുട്ടിയെ കൂടി ദൈവം അവർക്ക് ദാനം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. 2 കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായി. ഞാൻ പറയട്ടെ, ഇങ്ങനെ നോക്കുന്ന ദൈവ വഴി വിട്ടിട്ട് അവർ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു കൂട്ടായ്മ പോലും മുടക്കമില്ലാതെ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിന്റെ പല കാര്യങ്ങൾ അവർ അനുസരിച്ച് ജീവിക്കുന്നവരാ. ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ആകാശത്തിലെ അധികാരത്തിന്റെ അധികാരത്തെ അനുസരിച്ച് ആകാശത്തിലെ അധികാരം, ആകാശത്തിൽ ദുഷ്ടാത്മസേനയുണ്ട്, അല്ലേ? നമ്മുടെ കർത്താവ് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ.
ആകാശത്തിലെ നക്ഷത്രത്തെ നോക്കി നക്ഷത്രം എണ്ണി നക്ഷത്രം പറയുന്നത് പോലെ അല്ല നാം ചെയ്യേണ്ടത്. ദൈവമക്കളെ, ആ കാലഗതി അനുസരിച്ചല്ല, ആകാശത്തിലെ അധികാരത്തെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടക്കുന്ന ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന അനേകരുണ്ട്. എനിക്കിത് വിളിച്ചു പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇഷ്ടമുള്ളവര് ആമേൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ആമേൻ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്താൽ മതി, ഇഷ്ടമുള്ളവര് കണ്ടാ മതി. പക്ഷെങ്കിൽ ആമേൻ സത്യം അറിയണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം. പലപ്പോഴും ഈ സത്യം ആമേൻ തിരിച്ചറിവില്ലാതെ ഇന്ന് പലരും ഇതൊക്കെ പഠിപ്പിക്കാൻ മനസ്സില്ലാതെ പോക്കറ്റ് നിറയ്ക്കണം. പോക്കറ്റ് നിറയ്ക്കുകയല്ല ലക്ഷ്യം. ദൈവമക്കളെ, മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും തരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് സുവിശേഷം കൊണ്ട് ആമേൻ ഉപജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സുവിശേഷം കൊണ്ട് ഉപജീവിക്കും. ആരുടെ മുന്നിൽ കൈ നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ അനുഭവം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ജീവിത വിശുദ്ധിയോടെ നിന്നോ, ദൈവം നമ്മെ നടത്തും. ദൈവവചനത്തിന് അധിഷ്ഠിതമായി ക്രിസ്ത്യൻ ജീവൻ നയിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തോ, ദൈവം നമ്മെ നടത്തും. അല്ലാതെ ദൈവ കോപത്തിന് ഇടയാകാൻ ഇടവരാതെ അനുസരണം കെട്ടവരുടെ അനുഭവത്തിലേക്ക് കടന്നുപോയാൽ, ദൈവവചനത്തെ അതിലംഘിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ അധികാരത്തെയും ആമേൻ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തെയും അനുസരിച്ച് ജീവിച്ചാൽ പലപ്പോഴും ദൈവമക്കളെ അധിപതിയായവനെ, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ നാം മറന്നു പോകേണ്ടതായി വരും. ഹല്ലേലൂയ, ആമേൻ. നാം മാത്രമല്ല, എന്താണ് എഫെസ്യ ലേഖനം 2:2-3 പറയുന്നത്? അവരുടെ നാം എല്ലാവരും മുൻപ് നമ്മുടെ ജഡമോഹങ്ങളിൽ ജീവിച്ച് ജഡത്തിന്റെയും മനസ്സിന്റെയും ഇഷ്ടം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ സ്വഭാവത്തിൽ കോപത്തിന്റെ മക്കളായി. പണ്ടങ്ങനെ ആയിരുന്നു, കോപത്തിന്റെ മക്കളായിരുന്നു. ഇപ്പോൾ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്ത് വ്യത്യാസമുണ്ടായി? വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ നീ ഈ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. തമ്പരടിച്ച് പാടിയത് കൊണ്ടോ, ഹല്ലേലൂയ നൃത്തം ചെയ്ത് ആരാധിച്ചത് കൊണ്ടോ, അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ, അനേക ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. വ്യക്തമായി ഞാൻ പറയാം, നാം എല്ലാവരും ജഡമോഹങ്ങളെ വിട്ടിട്ട് ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്താലും ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടത്താലും നാം ശുദ്ധീകരണം പ്രാപിച്ച് ഹല്ലേലൂയ നാം ജീവിക്കണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. അതാണ് നാം പത്രോസിന്റെ ലേഖനത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ആമേൻ നമ്മുടെ ജീവനായകനായ ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവഹിതം അനുസരിച്ച് ജീവിക്കേണ്ടതിന് നാം ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തി ജീവിതം ഒരിക്കലും നശിച്ചു പോകത്തില്ല. അവനിൽ നിത്യജീവമൊഴി അവൻ എന്ന് മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും. കർത്താവിന്റെ ശബ്ദം ആ വ്യക്തി കേട്ടുകൊണ്ടിരിക്കും. വഴി ഇതാകുന്നു, ഈ വഴിയിലൂടെ നടന്നുകൊണ്ടിരുന്നുള്ള ഇമ്പ ശബ്ദം കർത്താവിന്റെ കാതുകൾ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഈ ക്ഷീണിച്ച അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ അശുദ്ധി നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ള ആമേൻ ആ ആഗ്രഹത്തിലേക്ക് നമ്മുടെ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കാമാർത്തികളിലും മോഹങ്ങളിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും പെരുക്കൂത്തിലും ഒന്നും ആയിത്തീരുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. മദ്യപാനം കഴിഞ്ഞിട്ട് സിഗരറ്റ് വലിച്ചിട്ട് എത്രയോ പേർ കർത്താവിന്റെ മേശയിൽ നിന്ന് കൈനീട്ടുന്നു. ഇതറിഞ്ഞിട്ട് ദൈവ ഭക്തന്മാരെന്ന് പറയുന്ന ദൈവദാസന്മാർ ആ കത്രിമേശ അവർക്ക് കൊടുക്കുന്നു. ഇത് രണ്ടു കൂട്ടർക്ക് ശിക്ഷയ്ക്ക് കാരണമാ ദൈവമക്കളെ. മനുഷ്യർക്ക് പ്രസാദിക്കേണ്ടതിന് ഒന്നും ചെയ്യരുത്. തിരുത്തേണ്ടതിന് ഏൽപ്പിക്കപ്പെട്ട ദൈവദാസന്മാർ തിരുത്തലുകൾ നൽകണം. അതിനാ ദൈവം ആ സ്ഥാനത്ത് നിയോഗിച്ച് വച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ഇഷ്ടത്തിനോ അവരുടേതായ ആമേൻ ആഗ്രഹങ്ങൾക്കോ അനുസരിച്ച്
ആമേൻ മനുഷ്യരുടെ മോഹങ്ങൾക്കനുസരിച്ച് അവരെ നടത്തുവാനല്ല, ദൈവിക വചനങ്ങൾക്കനുസരിച്ച് അവരെ നടത്തുവാനാണ് ദൈവാത്മാവാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ക്രിസ്തു ശരീരത്തിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമാക്കി ധരിക്കുക. ആമേൻ. നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച കർത്താവ്, അവൻ അനുഭവിച്ച പങ്കപ്പാടുകൾ നാം തിരിച്ചറിഞ്ഞ് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ കഷ്ടം അനുഭവിച്ചതെന്ന് മനസ്സിലാക്കി, ആമേൻ, നമ്മുടെ അവയവങ്ങളിൽ വാഴുന്ന അശുദ്ധിയെ, അധർമ്മത്തെ, ഹല്ലേലൂയ, ആമേൻ, എന്നേക്കുമായി വെട്ടി മാറ്റി അതിനി അടിമപ്പെട്ട് ജീവിക്കാൻ ഇടവരാത്ത വണ്ണം വിശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ആമേൻ. താഴോട്ട് ആ 8-ാം വാക്യം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞാൽ തീരത്തില്ലാത്തത് കൊണ്ടാണ് നാളെ അതിനു വേണ്ടി മാത്രം ഞാൻ ആ സമയം ചെലവഴിക്കാം. ആമേൻ. നിങ്ങൾ ആരും വരാതിരിക്കരുത്, ആമേൻ, ഈ ക്ലാസ് കേൾക്കാൻ. കാരണം ദൈവമക്കളെ, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം വരുത്തേണ്ട മാറ്റങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ, ആമേൻ, പഠിപ്പിക്കുന്നത്. കൊലോസ്യ വിശ്വാസികൾക്ക് കൊടുത്ത ഉപദേശം എനിക്ക് നിങ്ങൾക്കും ഈ ആധുനിക ലോകത്ത് ആവശ്യമാണ്. കമ്പ്യൂട്ടർ യുഗമാ, ആമേൻ, സോഷ്യൽ മീഡിയയുടെ യുഗമാ. എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തിന്റെ, ആമേൻ, പരിപൂർണത അതിൽ കണ്ടെത്തുകയല്ല. തേനിനേക്കാൾ തെൻകട്ടയേക്കാൾ മധുരമുള്ള തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ, ആമേൻ, നാം അനുഭവിക്കണം. മൃഷ്ടാന ഭോജനമുണ്ടെങ്കിലും, ഹല്ലേലൂയ, വലിയ സൗധങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ടെങ്കിലും, ബാങ്ക് ബാലൻസുകൾ ധാരാളം ഉണ്ടെങ്കിലും, യഥേഷ്ടം വിഹരിക്കാൻ നമുക്ക് വിലയേറിയ ആഡംബര കാറുകൾ ഉണ്ടെങ്കിലും, ആഡംബര വാഹനങ്ങൾ ഉണ്ടെങ്കിലും, ആഡംബര വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും, പ്രിയ ദൈവമക്കളെ, ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കുന്ന, ആമേൻ, അനുഭവത്തിലേക്ക് വന്നെത്തുവാൻ കഴിയാതിരുന്നാൽ സമാധാനം നമ്മളിൽ നിന്നും പോകും. അതുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കുവാൻ, ഹല്ലേലൂയ, ദൈവകോപം നമ്മുടെ മേൽ വരാതിരിപ്പാൻ, തിരുവചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തിരുവചനത്തിന് അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം നാം നയിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് 3-ാം അധ്യായം 6-7 വാക്യം വായിച്ച് അവസാനിപ്പിക്കട്ടെ. ഈ കാര്യങ്ങൾ നിമിത്തം ദൈവകോപം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ വരുന്നു. നിങ്ങൾ അവയിൽ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളും അവയിൽ നടന്നു. ഇപ്പോഴോ, ഹല്ലേലൂയ, എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നാം തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ഈ വക നിമിത്തം ദൈവകോപം നമ്മുടെ മേൽ വരരുത്. അവയിൽ ജീവിച്ചിരുന്ന കാലങ്ങളെ ഓർത്തുകൊണ്ട് വിടേണ്ടിയവ വിട്ടിട്ട്, ഏറ്റെടുക്കേണ്ടിയ സത്യങ്ങൾ ഏറ്റെടുത്ത്, ആത്മാവിന് വിധേയപ്പെട്ട് ജീവിതം മുന്നേറുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാണ്. ദൈവാത്മാവ് നടത്താത്തവൻ ദൈവത്തിന്റെ മക്കളല്ല. ആകയാൽ ദൈവാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്, ആമേൻ, വചനത്തിന് അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട്, ആമേൻ, ഈ ഭൂപരപ്പിൽ എത്ര കാലം നാം ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല. നാം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചാലും അത്രയും കാലം ദൈവത്തിനും മനുഷ്യർക്കും, ആമേൻ, പ്രീതിയുള്ളവരായി വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിച്ചവരായി, ആമേൻ, നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ രാജ്യത്തിൽ അരിമ മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മാറാനാഥാ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും, ആമേൻ, പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. കർത്താവെ, ഒരിക്കൽ കൂടി കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ ശിക്ഷയ്ക്ക് കാരണമാകല്ലേ. കർത്താവെ, ഞങ്ങളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ, കർത്താവെ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ, വെട്ടിമാറ്റേണ്ടത് വെട്ടിമാറ്റുവാൻ, ഹീനമായ നിലയിൽ നിന്നും, ആമേൻ, ഞങ്ങളുടെ ആ ജീവിതം ഉയർന്ന നിലവാരത്തിലേക്ക്, ആമേൻ, ക്രിസ്തുവിന്, ആമേൻ, യോഗ്യമാമണ്ണം നടക്കേണ്ടതിന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇടയാക്കിയാട്ടെ. ഈ വചന കേൾവി, ഹല്ലേലൂയ, ഓരോ ഹൃദയങ്ങൾക്കും കർത്താവ് വ്യതിയാനം വരുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ട്, കർത്താവെ, ഞങ്ങൾ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ പ്രയോജനപ്രദമാകുവാൻ ഞങ്ങളെ ഇടയാക്കണം. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് ഈ വചനഭാഗം, ഈ ക്ലാസ് താല്പര്യമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും, ആമേൻ, യൂട്യൂബ് നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്ത്, ആമേൻ, ഒരു സന്തോഷം പങ്കിടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് എഴുതി അറിയിക്കണേ. അപ്പോൾ തന്നെ,
ആമീൻ. പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ സമയത്ത് ഇത് ലഭിക്കുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. നാളെ ഈ സമയം നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു.